കരയല്ലേ കരയല്ലേ കരയോ? അപ്പോൾ നല്ല പൂവെല്ലാം വിരിഞ്ഞിട്ട് കാണേണ്ട കോലം അല്ല കാണേണ്ട ഭംഗിയും. സ്കൂട്ടിയിലെല്ലാം പോകുന്ന സമയത്ത് കടകടയാവുമായിരുന്നു. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളിന്ന് കുഞ്ഞാവക്ക് സെക്കൻഡ് വാക്സിനേഷൻ 2.5 മാസത്തെ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. വാവ ഉറക്കമാണ്, ശ്യാംബാബു ഡ്രൈവിംഗ് ആണ്. അപ്പം നമുക്ക് പോയിട്ട് വാക്സിനേഷൻ എടുത്തിട്ട് വരാം. ശ്യാംബാബുവിന് എന്നോട് പുച്ഛമാണ് ഗൈസ്, പുച്ഛം. ആശാരിക്കാവിലെ തെയ്യെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും പന്തലെല്ലാം അയക്കുന്നുണ്ട്. കാണുന്നുണ്ടോ? പക്ഷെ എനിക്ക് ആശാരിക്കാവിൽ ഒരു ദിവസം രാത്രി മാത്രമേ വന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടുള്ളൂ. കാരണം എത്ര മാസമാണ്? 3 മാസം കഴിഞ്ഞാലേ അമ്പലത്തിലെല്ലാം പോയിക്കോടും വാവക്കും എനക്കും. വാക്സിനേഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ MCP കാർഡ് എടുക്കണം. അമ്മയും കുഞ്ഞും ബുക്കില്ലേ, നമ്മൾ ഗർഭിണിയാവുന്ന സമയത്ത് സിസ്റ്റർമാരോ ആശാ വർക്കർമാരോ ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് തന്നിട്ടുണ്ടാവും. ആ ബുക്ക് എടുക്കണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അഥവാ അവരെ അറിഞ്ഞിട്ടില്ല, നമ്മൾ ഗർഭിണിയായത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അംഗൻവാടിയിൽ നിന്നോ അവരെ നമ്പർ വാങ്ങിയിട്ട് അവരെ വിളിച്ചിട്ട് അറിയിക്കണം. അപ്പോൾ അവർ ബുക്കെല്ലാം കൊണ്ടുതരും. അങ്ങനെ ആ ബുക്ക് എടുത്തിട്ട് വേണം നമ്മൾ കുഞ്ഞിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ. പിന്നെ ആ ബുക്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുട്ടികളെ ഓരോ മൈൽ സ്റ്റോൺസ് ഉണ്ട്, വളർച്ചാ കാലഘട്ടത്തിൽ അവർക്കുണ്ടാകുന്ന ഓരോ മാറ്റങ്ങൾ, പിന്നെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഓരോ അപകട സാധ്യതകൾ ഉണ്ടാകുന്ന അതെല്ലാം നമ്മൾ ആ ബുക്കിലുണ്ട്. എല്ലാവരും അതെല്ലാം വായിച്ചു നോക്കണം. പിന്നെ ഈ 1.5 മാസത്തിൽ വാക്സിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 2.5 മാസത്തിൽ ഇപ്പം വാവ എടുക്കുന്ന വാക്സിനേഷൻ, പിന്നെ ഇനി 3.5 മാസത്തിലാണ് അടുത്ത വാക്സിനേഷൻ. പിന്നെ അതുപോലെ നമ്മൾ വാക്സിനേഷന് പോകുന്ന സമയത്ത് ആ ബുക്കും പിന്നെ നമ്മൾ ആധാർ കാർഡ് പിന്നെ നമ്മളെ കോവിഡ് വാക്സിനേഷൻ എടുത്ത മൊബൈൽ നമ്പർ, ആ നമ്പറും കൂടി കൊണ്ടുപോകണം. RK ബേക്കറി അല്ല, RK ഫുഡ് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന എന്നാണ് കമ്പനിയാണ്. RK ഫുഡ് പ്രൊഡക്ട്സിൽ പോയിട്ട് മൈതാനപ്പള്ളിയിലുള്ള സ്റ്റാഫിനെ, എൻ്റെ ഫ്രണ്ട്സാണ് എല്ലാവരും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ചായക്കുള്ള 11 മണീൻ്റെ ചായ കുടിക്കാം. ഇപ്പം 12 മണിയാവാനായി, എന്നാലും സമൂസയെല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ആടെ എന്തെല്ലോ സാധനം ഉണ്ട് കേട്ടോ. ക്രീം ബന്നുണ്ട്, നല്ല ടേസ്റ്റാണ്. നല്ല ചൂടോടെ ആക്കുന്ന ബന്നെല്ലാം കിട്ടും. പിന്നെ കടിയെല്ലാം പപ്സെല്ലാം നല്ല ചൂടോടെയുള്ളത് കിട്ടും. അടിപൊളിയാണ് ഗൈസ്. ഇപ്പം നമ്മൾ മുത്തപ്പൻ്റെ കാവിൻ്റെ അടുത്തെത്തി. അങ്ങനെ നമ്മൾ 2.5 മാസത്തെ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മൈതാനപ്പള്ളി ഹെൽത്ത് സെൻറ്ററിലേക്കാണ് പോകുന്നത്. അപ്പം ഞാൻ ആദ്യം അവിടെയായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായത്. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റ് മാത്രം പോകാനേ ഉള്ളൂ ആശുപത്രിയിലേക്ക്. അവിടെ നിന്ന് റിസൈൻ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ പോകുന്നത് ഇപ്പാണ്. ഏകദേശം ഒരു 2 വർഷത്തിന് ശേഷം വന്ന് ഞാൻ പിന്നെ മൈതാനപ്പള്ളിയിലേക്ക് പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടി ഉണ്ട് എനിക്ക്. ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ റോഡെല്ലാം ഭയങ്കര മോശമായിരുന്നു. പക്ഷെ ഇപ്പം അടിപൊളി റോഡായി, എല്ലാം താറെല്ലാം ചെയ്ത് ടാറ് റോഡായി. നമ്മളന്നേരം സ്കൂട്ടിയിലെല്ലാം പോകുന്ന സമയത്ത് കടകടയാവുമായിരുന്നു. ഈ വളവ് നേരെ നിവർന്നു കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കാണുന്നതാണ് കടലായി അമ്പലം, കൃഷ്ണൻ്റെ അമ്പലം. ഈ മതിലിൻ്റെ അപ്പുറത്തട്ടാ, ചിലപ്പോൾ ഈ മതിലിൻ്റെ ഇടയ്ക്ക് കൂടെ കാണും. ഇപ്പം ഉത്സവം കഴിഞ്ഞിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ, ആനയെല്ലാം പോയി തോന്നുന്നു. കണ്ടാ ഇതാണ് ആദികടലായി കൃഷ്ണൻ്റെ അമ്പലം. അങ്ങനെ നമ്മളിപ്പം കടലായിലെത്തിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മൾ ആശുപത്രിയിലേക്ക് പോകും. വണ്ടി വന്നു കഴിഞ്ഞാൽ തീർന്നു. സ്കൂട്ടി വന്ന പ്രശ്നമില്ല, പക്ഷേ കാറ് വന്നാൽ കുറച്ച് പ്രശ്നമുണ്ട്. പക്ഷെ കാറ് വന്നിട്ടില്ല, അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ കടപ്പുറം, മൈതാനപ്പള്ളി കടപ്പുറത്തേക്കാണ് പോകുന്നത് അല്ലേ. കടപ്പുറത്തെത്തും. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അവിടെ. ഗൈസ്, ഈ പച്ചക്കാടുകൾക്കപ്പുറം, പച്ചക്കാടിനപ്പുറത്ത് കടലാണ്. കടൽ കണ്ട, ഇത് തോട്, മൈതാനപ്പള്ളി തോടല്ലേട്ടത് പുഴയാവും. പുഴ അഴിമുഖം എന്ന് പറഞ്ഞാൽ പുഴയും കടലും ചേരുന്ന സ്ഥലത്തിനെയാണ് അഴിമുഖം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയണ്ടേ, ഇതിൻ്റെ കുറച്ച് അങ്ങോട്ടേക്ക് അഴിമുഖം ഉണ്ട് പോലും. ഞാൻ ഇന്നേരം കണ്ടില്ല, നമുക്ക് ഒരു ദിവസം കാണാൻ പോകാം.
ആരും ഒന്നും വിചാരിക്കണ്ട, ഞാൻ എന്തെല്ലോ ആണ് പറയുന്നത്. ഞാൻ എന്നാ പറയുന്നത് എനിക്ക് പോലും അറിയില്ല. വെരി ബ്യൂട്ടിഫുൾ ആണ്, നല്ല രസമില്ലേ ഗൈസ്. നോക്കൂ, ഇവിടെ ഓണക്കാലെല്ലാം ആവുമ്പോൾ നല്ല പൂവെല്ലാം വിരിഞ്ഞിട്ട് കാണേണ്ട കോലം, അല്ല കാണേണ്ട ഭംഗിയും വേണ്ട. ഇതാണ് പാലം, ഇത് കണ്ട, ഇതാണ് പുഴ, അതിനപ്പുറത്ത് കടല്. വെരി ബ്യൂട്ടിഫുൾ അല്ലേ. അങ്ങനെ നമ്മൾ നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് വാക്സിനേഷൻ എടുത്തിട്ട് കാണാം. അപ്പോൾ ഇതാണ് മൈതാനപ്പള്ളി ഹെൽത്ത് സെൻറ്റർ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ജോലി ചെയ്യാൻ ആരംഭിച്ചത് ഇവിടെ നിന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ബിൽഡിങ്ങും ഇവിടെയുള്ള ആൾക്കാരും എല്ലാം എനിക്ക് വളരെ വേണ്ടപ്പെട്ടതാണ്. നമ്മൾ പോയ സമയം നല്ല സമയമായിരുന്നു, വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ ഇഞ്ചക്ഷൻ വെച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കണ്ണൂർ സിറ്റി. ഇവിടെ എന്താ പറയണ്ടേ, പെരുന്നാളിൻ്റെ സമയത്തെല്ലാം ഭയങ്കര ആഘോഷമായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ പെരുന്നാളിൻ്റെ സമയത്ത് ഇവിടെ ഭയങ്കര ആഘോഷമായിരിക്കും. ഇവിടെയെല്ലാം ഫുള്ള് ഷോപ്പെല്ലാം ഭയങ്കര എന്താ പറയുക, ഫുഡ് ഐറ്റംസ് എല്ലാം പുതിയ ഐറ്റംസ് എല്ലാം ആ സമയത്ത് ഇവിടെ കിട്ടും. അപ്പം നമ്മൾ രാത്രിക്കെല്ലാം ഓഫീസെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വെറുതെ ഒന്ന് റൗണ്ട് അടിക്കും. ഭയങ്കര ടേസ്റ്റാണ് ഇവിടെ എന്താ പറയുക ആ സമയത്ത് കിട്ടുന്ന ഫുഡിനെല്ലാം. ഇവിടെയാണ് നമ്മൾ ആയിക്കര കടപ്പുറം വരാൻ പോകുന്നത് കേട്ടോ. ഇവിടെ കല്ലുമ്മക്കായ് കിട്ടും, പിന്നെ ഫ്രഷ് മീൻ കിട്ടും. ഇത് കല്ലുമ്മക്കായെല്ലാം കിട്ടുന്ന സ്പോട്ടാണ് ഈ കാണുന്നത്. പിന്നെ ഇനി വരാൻ പോകുന്നത് ഇവിടെയാണ്, വലതുവശത്താണ് അറക്കൽ കൊട്ടാരം വരുന്നത്. അറക്കൽ കൊട്ടാരല്ല, അറക്കൽ മ്യൂസിയം വരുന്നത്. അറക്കൽ മ്യൂസിയം കാണിച്ചു തരാം. അതിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ആയിക്കര കടപ്പുറത്തിന്റെ. അത് അറക്കൽ കൊട്ടാരത്തിന്റെ ശേഷിപ്പുകളോ അറക്കൽ പള്ളിയാണ് ഇപ്പം കണ്ടത്. ഇനി കാണാൻ പോകുന്നത് അറക്കൽ മ്യൂസിയം. ഈ വെള്ളക്കാരന്റെ ബാക്കിലായിട്ട് കാണുന്ന ഇതാണ് അറക്കൽ മ്യൂസിയം എന്ന് പറയുന്നത്. ഇതാണ് ആയിക്കര കടപ്പുറത്തിലേക്കുള്ള എൻട്രി. ആയിക്കര ഹാർബറിലേക്കുള്ള എൻട്രി. നമ്മൾ ഇതിലേക്ക് കൂടിയും പോക്കുണ്ട്, പിന്നെ അപ്പുറത്തേക്ക് കൂടിയും പോക്കുണ്ട്. അപ്പുറത്തേക്കൂടെ വേറെ ഒരു വഴിയും കൂടി ഉണ്ട്. ശ്യാമേട്ടനെ പോലത്തെ ഒരു മുട്ടത്തലേനെ കണ്ട ഗൈസ്, കണ്ട മുട്ട KFC. ഇത്രയെല്ലാം പറഞ്ഞിട്ട് ശ്യാമേട്ടൻ എന്നെ ഒന്നും ചെയ്യാത്തത്, ശ്യാമേട്ടൻ ഒരു പാവമായതുകൊണ്ടും ഞാൻ ശ്യാമേട്ടൻ്റെ ഭാര്യ ആയതുകൊണ്ടും നമുക്കൊരു ഭാവ ഉണ്ടായിപ്പോയത് കൊണ്ടും ആണ് എന്നാണ് എൻ്റെ ഒരു അനുമാനം. അപ്പം നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് സർപ്രൈസ്, നമ്മൾ നസർ മന്തിയിൽ പോവുകയാണ്. ആടെ എന്താണുള്ളത്? ആടെ മന്തി. നമ്മൾ മന്തി തിന്നാൻ പോകുന്നതാണ് ഗൈസ്. മന്തി, കുഴിമന്തി. പ്രഗ്നൻസീൻ്റെ ആദ്യത്തെ 7 മാസം എന്ന് പറയുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഫുൾ ടൈം ഛർദി, ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എല്ലാം രാവിലെ മുതൽ രാത്രി കിടക്കുന്നവരെയും ഛർദിയായിരുന്നു. ഛർദി ഒന്ന് നിന്നപ്പാട് പിന്നെ ഞാൻ അങ്ങോട്ട് എന്താ പറയുക, ഫുൾ ടൈം കുഴിമന്തി, മന്തി. അപ്പോൾ ഡെലിവറിക്ക് ശേഷമുള്ള ഫസ്റ്റ് ടൈം മന്തി തീറ്റിയാണിത്. നസർ മന്തിയിലാണ് നമ്മൾ അധികം വരുന്നത്. വീട്ടിൻ്റെ അടുത്ത് ആയതുകൊണ്ട് തന്നെ ഇടീനെയാണ് നമ്മൾ വന്നിട്ട് അധികം മന്തി കഴിക്കലേ. അപ്പോൾ അടിപൊളി മന്തിയാണ്, എല്ലാവരും വന്നിട്ട് ട്രൈ ചെയ്യണേ. കരയില്ലേ എന്ന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞിട്ടും മന്തി വന്ന് മുന്നിൽ വെച്ചിട്ട് ഞാൻ അതിൽ കൈയിടുന്നതിന് മുന്നേ എൻ്റെ മോള് കരയാൻ തുടങ്ങി. പിന്നെ ഞാൻ വണ്ടിയിൽ പോയി നോക്കും, ഫീഡെല്ലാം ചെയ്തു. പിന്നെ ഞാൻ പറയണ്ടല്ലോ, ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. എങ്ങനെയല്ലോ വാരി വലിച്ച് തിന്നിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തേ. പിന്നെ ഇത് മുണ്ടയാട് സ്റ്റേഡിയമാണ്. അവിടെ ഒരു TV നമ്മൾ നേരെയാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിനടുത്ത്. അപ്പോൾ അതെല്ലാം വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ ഏട്ടൻ്റെ അടുക്കുന്ന നമ്മൾ 2 ബണ്ണാരം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബണ്ണാരം എന്നാൽ നമ്മളെ അടുത്തെല്ലാം പറയാം, എന്നാണെന്നും ഇതിന് എന്നാന്ന് നിങ്ങളുടെ നാട്ടിലെല്ലാം പറയാമെന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തോട്ടോ. മണ്ണിൻ്റെ ബണ്ണാരം എനിക്ക് എന്നും ഒരു വീക്ക്നെസ് ആയിരുന്നു. പക്ഷേ അതിൽ 5 പൈസ ഞാൻ ഇട്ട് വെക്കുമല്ലോ, അത് വേറെ കാര്യം. കാണുമ്പോഴുള്ള ആവേശം മാത്രമേ ഉള്ളൂ. അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ തിന്ന കുഴിമന്തി ഒന്നും ദഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുരുടം പറക്കുന്ന ഒരു സോഡാ സർബത്തും കുടിച്ചിട്ട് വീട്ടിൽ പോയി. അപ്പോൾ വാവേൻ്റെ വാക്സിനേഷൻ ഡേ ഇതൊക്കെയാണ് നടന്നിട്ടുണ്ടായത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.